ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഹോളിയുടെ കഥ കേൾക്കാം. ഇതാണ് എൻ്റെ ഹോളി. ഹോളി ഒരു കാലൊക്കെ പൊക്കി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹോളിയുടെ കയ്യിലിരിപ്പ് ശരിയല്ലാത്തതുകൊണ്ട് ഒരു തവണ അബദ്ധത്തിൽ കിട്ടിയ ഒരു അടിയാണ്. കാരണം ഹോളിയെയും ഹോളിയുടെ കൂടെ ഒരു വൈറ്റി എന്ന് പറയുന്ന രണ്ടൊരു ഫീമെയിലാണ്. റോഡിൽ ആരോ ഉപേക്ഷിച്ചതാണ്. അവർ രണ്ടുപേരും 2 വർഷം റോഡിൽ ഇങ്ങനെ നടന്നു ഫ്രണ്ട്സായിട്ട്. അതിനുശേഷം ഞാൻ അവരെ വീട്ടിലേക്ക് എടുത്തു. അവർ ഭയങ്കര തിക്ക് ഫ്രണ്ട്സായിരുന്നു. അപ്പോൾ ഇവക്ക് ആ വൈറ്റ് വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നതോ അവളെ കൂടെ വേറെ ഏതെങ്കിലും പട്ടികൾ മിങ്കിളാവുന്നതൊന്നും ഇവക്ക് ഇഷ്ടമില്ല. ഇവള് കടിച്ചാൽ പിന്നെ കൊന്നിട്ടേ വിടൂ. അങ്ങനത്തെ ഒരു ക്യാരക്ടർ. കടിക്കാൻ ആരോടത്തും പോകത്തുമില്ല. വേറെ പട്ടികൾ അടിക്കുന്ന കണ്ടാൽ, വേറെ പൂച്ചകൾ തമ്മിൽ കടി കൂടുന്ന കണ്ടാൽ അവൾ വയലൻ്റ് ആവും. അതാണ് അവളുടെ ഒരു ക്യാരക്ടർ. അങ്ങനെ ഒരു പട്ടി എന്നും അവളോട് വഴക്കുണ്ടാക്കും. അങ്ങനെ ഒരു തവണ കാര്യമായിട്ട് അവളെ വാക്കിന് കിട്ടിയതും രണ്ടുപേരും നല്ല ഫൈറ്റിംഗ് ആയിരുന്നു. പിടിച്ചു മാറ്റാൻ വലിയ പ്രയാസമായിരുന്നു. അവസാനം അടിച്ചിട്ട് പോലും അവൾ മാറിയില്ല. അങ്ങനെ ആ കടി വിടുവിക്കാൻ, കാരണം കഴുത്തിൽ ചാവുന്നവരെ അവൾ കടിച്ച് പിടിച്ചുകൊണ്ടിരിക്കും. അതാണ് അവളുടെ ക്യാരക്ടർ. അതിനെ രക്ഷിക്കാൻ വേണ്ടി ഒരടി അടിച്ചതാണ് അവിടെ ഹോളിയുടെ കൈക്ക് കിട്ടിയ. കൈ അതിന് ശേഷം ഇങ്ങനെയാണ് പൊക്കി വെച്ചിരിക്കുക. പക്ഷെ ഞങ്ങൾ ഒരുപാട് മരുന്ന് ചെയ്തു, തൈലമൊക്കെ ഇട്ട്, പക്ഷേ ഒരു രക്ഷയും ഇല്ല. അത് കാരണം അവളിപ്പോഴും ഇങ്ങനെ വികലാംഗയെ പോലെ നടക്കുക. പേടി കൊണ്ടാണ്, അല്ല വേദനയൊന്നുമില്ല. ഇങ്ങനെ പൊക്കി വെച്ചുകൊണ്ടിരിക്കും, വേറെ വിഷയങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഇതിനകത്ത് എടുത്തിട്ട് ഒരു 5 വർഷം കഴിയും ഹോളി ഇതിനകത്ത് വന്നിട്ട്. ഹോളി ഭയങ്കര സ്നേഹമാണ്, എന്നാൽ ഹോളിയെ അധികം ഭരിക്കാൻ സമ്മതിക്കുകയില്ല. അതാണ് ഹോളിയുടെ ക്യാരക്ടർ. ഹോളിയുടെ കൂടെയുള്ള വൈറ്റ് ചത്ത സമയത്ത് ആ കുഴിയിൽ ഹോളി ചാടി നിന്ന ഒരു രംഗമുണ്ട്. അത് ഇന്നും എനിക്ക് മറക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഒരു മനുഷ്യൻ മരിച്ച ഒരു മനുഷ്യൻ പോലും ആരും അവരുടെ സുഹൃത്തിൻ്റെ കുഴിയിൽ ഇങ്ങനെ ചാടത്തില്ല. അവൾ ഇറങ്ങി നിന്ന് കരഞ്ഞ അവളുടെ ആ വിഷമം, അവളൊരു വിധത്തിൽ അവളെ അടക്കാൻ സമ്മതിക്കാത്ത ഒരവസ്ഥ. അത്ര സ്നേഹമുള്ള ഒരാളാണ് ഹോളി. പക്ഷേ വേറെ ആരെങ്കിലും തമ്മിൽ അടി കൂടുന്നത്, അപ്പുറത്ത് 2 പേര് ചെറുതായിട്ടൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അവൾ ഓടി പോയത് കണ്ടോ. ഇതാണ് അവളുടെ ക്യാരക്ടർ. ഇതാണ് എൻ്റെ ഹോളി. ഇപ്പോൾ വയസ്സായി, ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അവളെ ആരെങ്കിലും കടിക്കാൻ വന്നാൽ അവളുടെ സ്വഭാവം മാറും. എങ്കിൽ അവൾ കൊന്നിട്ടേ വിടും. ഇവിടെ കുറേ പേര് അവളോട് ബോസിയാവാൻ ശ്രമിച്ചു, പക്ഷേ എല്ലാവരെയും അവൾ തരിപ്പണമാക്കി. വട്ടം കൂടിയിട്ട് 4-5 പേര് കടിച്ചു, പക്ഷേ അവൾ വിട്ടില്ല. അവൾക്കൊരു മുറിവും കാണില്ല. അതുപോലെ നല്ല പാമ്പ് പിടുത്തക്കാരനാണ്. എത്ര വലിയ പാമ്പ് വന്നാലും അവൾക്കൊരു പേടിയുമില്ല. ഒരു തവണ പാമ്പിൻ്റെ അടുത്തുനിന്ന് മാറ്റാൻ ഞങ്ങൾ വിട്ട പാടെ എനിക്കറിയാം. പക്ഷെ എന്നെ പാമ്പിനെ കൊന്നിട്ടേ അവൾ വിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു വല്ലാത്ത ക്യാരക്ടർ, ഒരു വയലൻ്റ് ക്യാരക്ടറാണ്. പക്ഷേ കുറേ വർഷമായതിനു ശേഷമാണ് വിശ്വസിച്ച് അവളെ ഒന്ന് തൊടാൻ ഉള്ള ഒരു അവസ്ഥയായത്. അതുവരെ അവൾ ഇങ്ങനെ അടുപ്പിക്കില്ല ആരെയും ദേഹത്ത് തൊടാനൊന്നും. പക്ഷേ ഇപ്പം വളരെ ഫ്രണ്ട്ലിയാണ്. എന്നാലും വളരെ സൂക്ഷിച്ചാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. അങ്ങനത്തെയാണ് എൻ്റെ ഹോളിയുടെ ചരിത്രം, ഹിസ്റ്ററി. ഓക്കെ ഹോളി, സേ ഹായ്, ഒരു ഹായ് പറയൂ. ഗുഡി ഗേൾ. ഹോളി